ഇവർ വിവാഹിതരായാൽ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ തന്റെ അച്ഛന്റെ മരണത്തിന് പിന്നിലെ രഹസ്യങ്ങൾക്ക് വിരൽ ചൂണ്ടാൻ കെൽപ്പുള്ള ഏറ്റവും വലിയ തെളിവ് ഇതാണെന്ന് അവൾക്ക് ഇപ്പോഴും പൂർണ്ണമായി തന്നെ അറിയില്ലായിരുന്നു. എങ്കിലും ഉള്ളിലെവിടെയോ പ്രതീക്ഷയുടെ ആ ഒരു കനൽ ബാക്കിയുണ്ടായിരുന്നു. അവൾ ഫോണിലേക്ക് ചെന്ന് ചാർജർ കണക്ട് ചെയ്തിരുന്ന് നോക്കി. ചാർജ് കയറുന്നതിന്റെ ചെറിയൊരു ലക്ഷണമുണ്ട്. പക്ഷേ ഫോൺ ഇതുവരെ ഏറ്റവും ഓൺ ആയിട്ടില്ല. അവൾ ഫോൺ കയ്യിലേക്ക് എടുത്ത് നോക്കി. ഡിസ്പ്ലേയിൽ ഒന്നും തന്നെ തെളിയുന്നില്ല. ഇതിവിടെ ഇരിക്കട്ടെ, ഇപ്പൊ തൽക്കാലം നമുക്ക് കടയിലേക്ക് പോവാമെന്ന് വിചാരിച്ച് അവൾ നേരെ പുറത്തേക്ക് നടന്നു. ഉമ്മർത്ത് കാത്തിരുന്ന ലക്ഷ്മി ചേച്ചി വന്നിട്ട് ഭൂമി വരുന്നത് കണ്ട് വേവലാതിയോടുകൂടെ അരികിലേക്ക് വന്നു. എന്തായി മോളെ, ഫോൺ ഓണായോ? ലക്ഷ്മി ചേച്ചി ചോദിച്ചു. ഇല്ല ലക്ഷ്മി ചേച്ചി, ചാർജ് കയറിക്കൊണ്ടിരിക്കുവാണേ, പക്ഷെ ഇതുവരെ ഓണായിട്ടില്ല. ഇത്രയും ദിവസം മണ്ണിൽ കിടന്നതല്ലേ, അതുകൊണ്ട് ഇനിയിപ്പോൾ വെള്ളവും അകത്തേക്ക് കയറിയിട്ടുണ്ടോ എന്ന് ആർക്കറിയാം. അതുകൊണ്ടായിരിക്കും ഓണാവാത്തത്. നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞ് കാത്തു നോക്കാം, ഭൂമിജ നിരാശയോടുകൂടെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ലക്ഷ്മി ചേച്ചിയുടെ മുഖത്തും സങ്കടം നേടിച്ചു. ശരി, എങ്കിൽ നമുക്ക് ഇറങ്ങിയാലോ എന്ന് പറഞ്ഞ് ലക്ഷ്മി ചേച്ചി ചോദിച്ചപ്പോൾ ഭൂമി അയച്ച തലയാട്ടി. അങ്ങനെ അവർ രണ്ടുപേരും കൂടി പതുക്കെ കടയിലേക്ക് നടക്കുകയാണ്. കടയിലെത്തിയപ്പോൾ അവിടെ ബാലേട്ടൻ ഇരിക്കുന്നുണ്ടായിരുന്നു. ഭൂമിജയെ കണ്ടപ്പോൾ ബാലേട്ടൻ എഴുന്നേറ്റു. അവളുടെ മുഖത്തെ വിഷമം ബാലേട്ടന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. മോളെ ഭൂമി, 1-2 കേസിന്റെ കാര്യമുണ്ട്, നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ, ബാലേട്ടൻ സ്നേഹത്തോടെ പറഞ്ഞു. ഭൂമിജ ഒന്ന് ദീർഘമായ ശ്വാസം എടുത്തു. ബാലേട്ടനെ നോക്കി. ഞാൻ നോക്കട്ടെ ബാലേട്ടാ, സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് കടയിലേക്ക് വരണമെന്ന് കരുതി ഇറങ്ങിയതേയില്ല. വീട്ടിലിരുന്നിട്ട് എനിക്കൊരു സ്വസ്ഥയോ സമാധാനമോ കിട്ടുന്നില്ല. എൻ്റെ അമ്മ അവിടെ ജയിലിൽ കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ ഇവിടെ സമാധാനത്തോടെ ഇരിക്കുന്നത്? എൻ്റെ അമ്മയെ എനിക്ക് എങ്ങനെയെങ്കിലും പുറത്തിറക്കണം. അതിന് എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ. അതാ ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത് എന്ന് ഭൂമിജ പറഞ്ഞു. അവളുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. എനിക്കറിയാം മോളെ, നിന്റെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. ഇനി ഈ നാട്ടിൽ ആ കാര്യം എല്ലാവർക്കും അറിയാം. നീ ഒട്ടും വിഷമിക്കേണ്ട, ഉറപ്പായിട്ടും നമുക്ക് അമ്മയെ പുറത്തിറക്കാൻ പറ്റും, ബാലേട്ടൻ അവളെ ആശ്വസിപ്പിച്ചു. ബാലേട്ടൻ്റെ വാക്ക് കേട്ട് ഭൂമിജയ്ക്ക് ശരിയൊരു ആശ്വാസം തോന്നിയെങ്കിലും അവളുടെ ലക്ഷ്യം മറ്റൊന്നായിരുന്നു. അവൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് നടന്നു. സ്റ്റേഷനിലേക്ക് കയറി ചെന്നപ്പോൾ തന്നെ അവിടെ CI അജയ് ഉണ്ടായിരുന്നു. സീറ്റിലിരുന്ന് എന്തോ ഫയൽ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു അജയ്. ഭൂമിജ പതുക്കെ അജയൻ്റെ അരികിലേക്ക് ചെന്നു. അതേ സാറേ, എനിക്ക് ഉപകാരം ചെയ്യണം, ഭൂമിജ വളരെ വിനയത്തോടെ പറഞ്ഞു. അജയ് ഫയലിൽ നിന്നും തലയെത്തി അവളെ നോക്കി. എന്താ എന്ന ഭാവത്തിലൊന്ന് മൂളി. അല്ല സാറേ, എൻ്റെ അച്ഛൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് റിപ്പോർട്ടും ഒക്കെ സാറിൻ്റെ കയ്യിൽ കാണുമല്ലോ, എനിക്കതൊന്ന് വായിക്കാൻ തരുമോ എന്ന് ഭൂമിജ ചോദിച്ചു. അത് കേട്ടപ്പോൾ അജയുടെ മുഖം മാറി. വായിക്കാനോ? ഇല്ല, അതൊന്നും ഇപ്പം തരാൻ പറ്റില്ല എന്ന് അജയ് തറപ്പിച്ചു പറഞ്ഞു. എന്താ സാറേ അങ്ങനെ പറയുന്നത്? പ്ലീസ് എനിക്കൊന്ന് തരുമോ? അവൾ വീണ്ടും കെഞ്ചിക്കൊണ്ട് ചോദിച്ചു. തരാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അത് പറ്റില്ല. താൻ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അതൊന്നും ഇപ്പോൾ ആർക്കും അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുന്ന കാര്യവുമല്ല. താൻ വെറുതെ ഇവിടെ നിന്ന് സമയം കളയാതെ പോവാൻ നോക്കിയെന്ന് അജയ് കടുപ്പത്തിൽ തന്നെ പറഞ്ഞു. അജയുടെ മറുപടി കേട്ടപ്പോൾ ഭൂമിജയുടെ നെഞ്ചങ്ങ് പിളർന്നു പോയി. എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാത്ത സങ്കടത്തോടു കൂടെ തന്നെ അവൾ അവിടെ നിന്നും സങ്കടത്തോടെ തിരികെ നടക്കുകയാണ്. ഈ സമയത്ത് തന്നെ അവിടെ ഇരുന്ന വനിതാ കോൺസ്റ്റബിൾ ഭൂമിജയെ സങ്കടത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. അവർ തമ്മിൽ വല്ലാത്ത സൗഹൃദമുണ്ടായിരുന്നു. ഭൂമിജയുടെ അവസ്ഥയിൽ അവർക്കും സഹതാപം തോന്നി. കുറച്ച് കഴിഞ്ഞപ്പോൾ അജയ് എന്തോ അത്യാവശ്യത്തിനായിട്ട് പുറത്തേക്ക് വന്നു. അജയ് സ്റ്റേഷൻ വിട്ടിറങ്ങി ഭൂമിജ ദൂരെ മാറി നിൽക്കുന്നത് കാണുന്നുണ്ടായിരുന്നു. ഇതൊരു അവസരമായി കണ്ട് ഭൂമിജ വേഗം കടയിൽ നിന്നും വീണ്ടും സ്റ്റേഷനിലേക്ക് ഓടിയെത്തി. അവൾ നേരെ ആ വനിതാ കോൺസ്റ്റബിളിന്റെ അരികിലേക്ക് ചെന്നു. ചേച്ചി, എനിക്കൊരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് അവൾ ചോദിച്ചു. അത് കേട്ടപ്പോൾ കോൺസ്റ്റബിൾ ഒന്ന് പരിഭ്രമിച്ചു. അയ്യോ ഭൂമി, നീ എന്തായി പറയുന്നത്? അജയ് സർ അത് ആരോട് കാണിക്കരുതെന്ന് കർക്കശമായി തന്നെ പറഞ്ഞിട്ടുള്ളതാ. ഇനിയിപ്പോൾ ഞാനത് നിനക്ക് കാണിച്ചു തന്നു എന്ന കാര്യം സാറെങ്ങാനും മറന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല മോളെ, എൻ്റെ ജോലി അങ്ങ് തിരിച്ചു പോകുമെന്ന് അവർ പേടിയോടുകൂടെ പറഞ്ഞു. അങ്ങനെയൊന്നും ഉണ്ടാവില്ല ചേച്ചി, എനിക്ക് അവർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് റിപ്പോർട്ടും എനിക്കൊന്ന് കാണണം. കാരണം എൻ്റെ അച്ഛൻ അങ്ങനെ മദ്യപിക്കുന്ന ഒരാളല്ല. എനിക്ക് എൻ്റെ അച്ഛനെ നന്നായിട്ടറിയാം. പിന്നെ എങ്ങനെ എൻ്റെ അച്ഛൻ്റെ ശരീരത്തിൽ മദ്യം വന്നു? ആ റിപ്പോർട്ട് കള്ള റിപ്പോർട്ടാണ് ചേച്ചി. ആരോ മനഃപൂർവ്വം കളിച്ച കളിയാണിത്. എനിക്കത് കൃത്യമായിട്ട് അറിയണം. അതുകൊണ്ട് പ്ലീസ് ചേച്ചി, എനിക്കിങ്ങനെ ഒന്ന് ഹെൽപ്പ് ചെയ്തു തരാമോ എന്ന് ഭൂമിജ വീണ്ടും നിറകണ്ണുകളോട് ചോദിച്ചു. ഭൂമിജയുടെ സങ്കടം കണ്ടപ്പോൾ ആ കോൺസ്റ്റബിളിൻ്റെ മനസ്സലിഞ്ഞു. അയ്യോ, CI സർ എങ്ങാനും പെട്ടെന്ന് വന്നാൽ എൻ്റെ കാര്യം കട്ടപ്പുകയാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ വേഗം തന്നെ ആ ഫയലെടുത്ത് ഭൂമിജയുടെ കയ്യിലേക്ക് കൊടുത്തു. ഭൂമിജ ഒട്ടും സമയം കളയാതെ തൻ്റെ മൊബൈൽ ഫോൺ എടുത്ത് ആ ഒരു റിപ്പോർട്ടിൻ്റെ പേജ് ഓരോന്നോരോന്നായിട്ട് ഫോണിൽ ഫോട്ടോ എടുക്കാൻ തുടങ്ങി. വളരെ വേഗത്തിലാണ് അവൾ അത് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അവൾ വിചാരിച്ചതുപോലുമില്ല കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. പെട്ടെന്നാണ് അജയ് സ്റ്റേഷനിലേക്ക് തിരികെ കയറി വന്നത്. അകത്തേക്ക് വന്ന അജയ് കാണുന്നത് ഫയലിന്റെ ഫോട്ടോസ് എടുക്കുന്ന ഭൂമിജയാണ്. കൂടെ നിൽക്കുന്ന കോൺസ്റ്റബിളിനെയും അജയ് കണ്ടു. ദേഷ്യം സഹിക്കാൻ പറ്റിയില്ല അജയിന്. നിങ്ങളോടൊക്കെ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതേ ഇവൾക്കൊന്നും എടുത്തു കൊടുക്കരുത് എന്ന്. പറഞ്ഞത് നിങ്ങളുടെയൊക്കെ തലയിലേക്ക് എന്താ കയറുന്നില്ലേ എന്ന് വനിതാ കോൺസ്റ്റബിളിനോട് അങ്ങ് ചൂടാവാണ് അജയ്. അത് കണ്ടപ്പോൾ ഭൂമിജ അജയ്ക്ക് നേരെ തിരിഞ്ഞു. അതേ സാറേ, അവരോടൊന്നും ദേഷ്യപ്പെടേണ്ട ഒരു കാര്യമില്ല. ഇതിൻ്റെ തെറ്റ് ചെയ്തത് ഞാനാണ്. ഞാൻ നിർബന്ധിച്ച് ചോദിച്ചിട്ടാണ് അവർ എനിക്കത് എടുത്തു തന്നത് എന്ന് ഭൂമിജ പറഞ്ഞു. ഓ, നീ ചോദിച്ചപ്പോൾ തന്നെ അവരങ്ങ് എടുത്തു തന്നു അല്ലേ? അത് പിന്നെ സാറേ, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് ആവശ്യമുണ്ട് എന്ന് ഭൂമിജ മറുപടി നൽകി.
എന്താ നിന്റെ ആവശ്യം എന്താണെന്ന് ഞാൻ നിന്നോട് ചോദിച്ചതാ എന്ന് അജയ് വീണ്ടും ദേഷ്യത്തോടുകൂടെ പറഞ്ഞു. ഭൂമിജയുടെ ഉള്ളിലെ സങ്കടവും ദേഷ്യവും ഒരുമിച്ചങ്ങ് പുറത്തേക്ക് ചേടാണ്. സാറിന് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. സാറിൻ്റെ അച്ഛൻ മാധവ മേനോനുണ്ടല്ലോ, സാറിൻ്റെ അച്ഛൻ നാളെ ഇതുപോലെ കൊല ചെയ്യപ്പെടുകയും അതിൻ്റെ സ്ഥാനത്ത് സാറിൻ്റെ അമ്മ വന്ന് നിൽക്കുകയും ചെയ്യുന്ന ആ ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ ഈ പറയുന്ന എൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് സാറിന് മനസ്സിലാക്കാൻ പറ്റൂ. അപ്പോൾ അതുപോലൊരു അവസ്ഥയിലൂടെയാണ് ഞാനിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് എൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനി എനിക്ക് എൻ്റെ അമ്മയെങ്കിലും തിരികെ പിടിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലാണ് സാർ ഞാൻ. അതിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ്. ഇവിടെ എന്നല്ല, എവിടെ പോകേണ്ടി വന്നാലും ഞാൻ പോവുക തന്നെ ചെയ്യും. എൻ്റെ അമ്മ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഈ ഭൂമിജ ഉറച്ച ശബ്ദത്തിൽ തന്നെ പറയാണ്. ഭൂമിജയുടെ വാക്ക് കേട്ടപ്പോൾ അജയുടെ ദേഷ്യം പതുക്കെ അങ്ങ് തണുത്തു. അവളുടെ കണ്ണിലെ തീക്ഷ്ണതയും ഉള്ളിലെ സങ്കടവും അജയിനെ ഇരുത്തി ചിന്തിപ്പിച്ചു. അജയ് ശാന്തനായി ഭൂമിജയെ നോക്കി. ഭൂമി, നീ എൻ്റെ ക്യാബിനിലേക്ക് വാ എന്ന് പറഞ്ഞുകൊണ്ട് അജയ് മുന്നോട്ട് വന്നു. ഭൂമിജ പതുക്കെ അജയ്ക്ക് പിന്നാലെ ക്യാബിനിലേക്ക് കയറി. ക്യാബിനുള്ളിരുന്നു കൊണ്ട് തന്നെ അജയ് പറഞ്ഞു, ഭൂമിക്കറിയാമല്ലോ ഇവിടുത്തെ ചില റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഫയൽ തരില്ല എന്ന് പറഞ്ഞത്. അതിൻ്റെ കാരണങ്ങളൊക്കെ ഞാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയതുമാണ്. സാറേ, എൻ്റെ അമ്മ ഒരു തെറ്റും ചെയ്തില്ല എന്ന് ഭൂമിജ വീണ്ടും ആവർത്തിച്ചു. ഇല്ലായിരിക്കാം ഭൂമി, പക്ഷേ സാഹചര്യങ്ങളെല്ലാം ഇപ്പം അമ്മയ്ക്കെതിരാണ്. ഇനിയിപ്പോൾ ഭൂമിജയുടെ അമ്മ തെറ്റൊന്നും ചെയ്തില്ല എന്ന് നമുക്ക് തീരുമാനിക്കണമെങ്കിൽ അതിന് തക്കതായിട്ടുള്ള തെരുവും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടണ്ടേന്ന് അജയ് പറഞ്ഞു. അത് അല്ല സാറേ, പിന്നെ എന്ന് ഭൂമിജ എന്തോ പറയാനാഞ്ഞു. അതിനിടയിൽ തന്നെ അജയ് ചോദിച്ചു, അച്ഛൻ്റെയോ അമ്മയുടെയോ ആരുടെയെങ്കിലും ഫോൺ ഭൂമിജയുടെ കയ്യിലുണ്ടോ? അച്ഛൻ്റെ ഫോണിനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? ഒരു പക്ഷേ ഇതൊരു കൊലപാതകമാണെങ്കിൽ അച്ഛൻ്റെ ഫോണിലേക്ക് ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ആ ഫോൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ വലിയൊരു തെളിവായിരിക്കും. അജയ് ഫോണിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഭൂമിജ വീട്ടിലിരുന്ന അച്ഛൻ്റെ ഫോണിനെ കുറിച്ച് ഓർത്തത്. അത് ചാർജ് ചെയ്യാൻ വെച്ചിരിക്കുവാണ്, പക്ഷേ ഓണായിട്ടില്ല. ഫോൺ തൻ്റെ കയ്യിലുണ്ട് എന്ന കാര്യം അജയോട് പറയണമെന്ന് അവൾ ആദ്യം വിചാരിച്ചു. എന്നാൽ അടുത്ത നിമിഷം തന്നെ അത് വേണ്ട, ഇപ്പം പറയണ്ടെന്ന് അവൾ തീരുമാനിച്ചു. തൽക്കാലത്തേക്ക് അത് രഹസ്യമായി തന്നെ ഇരിക്കട്ടെ എന്ന് അവൾ കരുതി. എന്തെങ്കിലും ഒരു തെളിവ് കിട്ടുവാണെങ്കിൽ തൻ്റെ അമ്മയെ രക്ഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുമായിരുന്നു എന്ന് അജയ് വീണ്ടും പറയാണ്. എന്നാലും താൻ ഒരു കാര്യം ചെയ്യും, ഒരു പരാതി കൃത്യമായിട്ട് എഴുതിയിട്ട് ഇങ്ങോട്ടേക്ക് താ. എന്നെക്കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാമെന്ന് അജയ് ഉറപ്പ് നൽകി. അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ അജയ് ക്യാബിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ആ സമയത്തിന് ഭൂമിജയ്ക്ക് വല്ലാത്ത വിഷമം തോന്നാണ്. സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ ഭൂമിജ നേരെ പോയത് തൻ്റെ അമ്മയെ കാണാൻ വേണ്ടിയിട്ടാണ്. സബ് ജയിലിൻ്റെ അഴിക്കുള്ളിൽ നിൽക്കുന്ന അമ്മയെ കണ്ടപ്പോൾ ഭൂമിജയ്ക്ക് അതുവരെ അടക്കി പിടിച്ചിരുന്ന സങ്കടമല്ലാതെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവൾ അമ്മയുടെ കൈകൾ പിടിച്ചുകൊണ്ട് തങ്ങ് പൊട്ടിക്കരഞ്ഞു. ഉള്ളിലെ സങ്കടമെല്ലാം തന്നെ കണ്ണുനീരായി പുറത്തേക്ക് ഒഴുകുന്നുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും അമ്മ ഈ നരകത്തിൽ നിന്നും രക്ഷിക്കണമെന്നൊരു ചിന്ത മാത്രമേ അപ്പോൾ അവളുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അമ്മ ഒട്ടും വിഷമിക്കേണ്ട കേട്ടോ, അമ്മയെ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് പുറത്തിറങ്ങിക്കൊള്ളാമെന്ന് ഭൂമിജ കരച്ചിലിടയും പറഞ്ഞു. മോളെ, എനിക്ക് എന്നെക്കുറിച്ച് ഓർത്തിട്ട് ഒരു സങ്കടവുമില്ല. പക്ഷേ നിന്റെ അച്ഛനില്ലാത്ത ആ വീട്ടിലേക്ക് എനിക്ക് ഇനി തിരിച്ചു വരണമല്ലോ എന്ന് ഓർക്കുമ്പോൾ മാത്രമേ എൻ്റെ മനസ്സ് തകരുന്നുള്ളൂ. നീ വിഷമിക്കൊന്നു വേണ്ട മോളെ, നീ ധൈര്യമായി ചിരിക്കണം. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ഭൂമിജ എങ്ങനെ ആശ്വസിപ്പിക്കാൻ അമ്മ. പക്ഷേ ഭൂമിജയുടെ അവസ്ഥ വല്ലാത്ത ദയനീയമായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെയെങ്കിലും കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ അനുകൂലമാക്കണം. തൻ്റെ അമ്മ നിരപരാധിയാണെന്ന് തെളിയിക്കണം. അതിനുവേണ്ടി തെളിവുകൾ കിട്ടിയാൽ മാത്രമേ അമ്മ ഇനി രക്ഷിക്കാൻ കഴിയുള്ളൂ. ഇപ്പം നിലവിലുള്ള എല്ലാ തെളിവുകളും അമ്മക്കെതിരാണ്. ആ ഒരു ചിന്ത വന്നപ്പോൾ തന്നെ ഭൂമിജയ്ക്ക് വല്ലാത്ത പേടിയും ആശങ്കയും തോന്നി. അവൾ പതുക്കെ അവിടെ നിന്നും പുറത്തേക്ക് നടന്നു. അങ്ങനെ പുറത്തിറങ്ങിയ ഭൂമിജയുടെ അരികിലേക്ക് ലക്ഷ്മി ഓടി വന്ന് പറയാണ്, എന്താ ഭൂമി, എന്തായി കാര്യങ്ങളെന്ന് ലക്ഷ്മി ചേച്ചി ചോദിച്ചു. അജയ് സാറിൻ്റെ കാര്യം അറിയാലോ ലക്ഷ്മി ചേച്ചി. എങ്കിലും പോയ കാര്യം പൂർണ്ണമായിട്ട് അങ്ങ് പരാജയപ്പെട്ടിട്ടില്ല. ചെറിയൊരു ലക്ഷ്യം കണ്ടിട്ടുണ്ട്. ഇനി എനിക്ക് ചില കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ട്. എന്നാൽ മാത്രമേ സത്യങ്ങളൊക്കെ ഒന്ന് വിളിച്ചെത്ത് കൊണ്ടുവരാൻ പറ്റൂ എന്ന് ഭൂമിജ പറഞ്ഞു. അതേ ഭൂമി, നിനക്കറിയാലോ നിന്റെ അമ്മ ഒരു കാരണവശാലും ജയിലിലേക്ക് പോകാൻ പാടില്ല എന്ന് ലക്ഷ്മി ചേച്ചി ഓർമ്മിപ്പിച്ചു. എനിക്കറിയാം ലക്ഷ്മി ചേച്ചി, പക്ഷേ എനിക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? ഞാൻ എൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അച്ഛൻ്റെ ഫോണെങ്കിലും ഒന്ന് ഓണായി കിട്ടിയിരുന്നെങ്കിൽ അതിനകത്ത് വിവരങ്ങളൊക്കെ നോക്കാമായിരുന്നു. പക്ഷേ അതുപോലും ഓണാവാത്തത് കൊണ്ട് തന്നെ എനിക്ക് വല്ലാത്ത ഭയമുണ്ട് എന്ന് ഭൂമിജ തൻ്റെ ആശങ്ക പങ്കുവച്ചു. ഇതേ സമയം അജയ് തൻ്റെ ജീപ്പിലിരുന്നു കൊണ്ട് ഭൂമിജയെക്കുറിച്ച് തന്നെ ആലോചിക്കുമായിരുന്നു. ഭൂമിജ ഒരു കാരണവശാലും ഈ കേസ് ഇവിടെ കൊണ്ടൊന്നും നിർത്താൻ പറ്റില്ല. അവൾ ഇതിൻ്റെയൊക്കെ ഏതൊറ്റം വരെയും പോവും. തൻ്റെ അമ്മയെയും ലക്ഷ്മിയെയും രക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞാണ് നിൽക്കുന്നത്. ശരിയാണ്, അവൾക്ക് അച്ഛനും അമ്മയും മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ അച്ഛൻ പോയി. ഇനി ആകെ അമ്മ മാത്രമല്ലേ എന്നൊരു വിഷമം അജയൻ്റെ ഉള്ളിലും പതുക്കെ മുട്ടിട്ട് തുടങ്ങി. ഇതേ സമയം അജയൻ്റെ വീട്ടിൽ മറ്റൊരു അന്തരീക്ഷമായിരുന്നു. ഭവാനിയുടെ അടുത്തേക്ക് സൗഭാഗ്യ മുത്തശ്ശി പതുക്കെ നടന്നു ചെന്നു. അതേ മോളെ ഭവാനി, ഇനിയിപ്പോൾ അധിക ദിവസങ്ങളൊന്നുമില്ലല്ലോ അജയുടെയും അഞ്ജനയുടെയും വിവാഹത്തിന്. അതുകൊണ്ട് വിവാഹ ഒരുക്കങ്ങളൊക്കെ ബാക്കി കാര്യങ്ങളൊക്കെ വേഗം തന്നെ തുടങ്ങണമെന്ന് മുത്തശ്ശി പറഞ്ഞു. അത് പിന്നെ അമ്മേ, വസ്ത്രങ്ങളൊക്കെ എടുക്കേണ്ടതുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് മറുപടി പറയാണ് ഭവാനി. എല്ലാം ഉണ്ട് മോളെ, അതിനെക്കുറിച്ചൊന്നും വിഷമിക്കൊന്നും വേണ്ട. പിന്നെ
അഞ്ജലിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങി നൽകണം കേട്ടോ എന്ന് മുത്തശ്ശി പ്രത്യേകം പറഞ്ഞു. അതൊക്കെ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടമ്മേ, പക്ഷേ അവൾക്ക് അങ്ങനെയുള്ള കാര്യത്തിലൊന്നും അത്ര വലിയ താല്പര്യമൊന്നുമില്ല എന്ന് ഭവാനി പറയാണ്. അതൊന്നും സാരമില്ല മോളെ, ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുണ്ടോ പെൺകുട്ടികളെ, എല്ലാവർക്കും സ്വർണത്തിനോടും പണത്തിനോടൊക്കെ വലിയ ആർത്തിയായിരിക്കുമെന്ന് മുത്തശ്ശി ചിരിച്ചോണ്ട് പറഞ്ഞു. അത് കേട്ടപ്പോൾ എൻ്റെ മകൾക്ക് അങ്ങനെയൊന്നും ഇല്ലാമേയെന്ന് ഭവാനി അഭിമാനത്തോടുകൂടെ പറയാനേ. അങ്ങനെ സംസാരിച്ചു നിൽക്കുന്നതിനിടയിലേക്കാണ് അജയ് വീട്ടിലേക്ക് കയറി വരുന്നത്. അജയ് കണ്ടപ്പോൾ സൗഭാഗ്യ മുത്തശ്ശി അവൻ്റെ അരികിലേക്ക് ചെന്നു. എന്താടാ മോനെ അജയ്, ആ കൊച്ചിൻ്റെ കേസ് എന്തായി? അവളുടെ അമ്മയെ കോടതി വെറുതെ വിട്ടോ എന്ന് മുത്തശ്ശി ചോദിച്ചു. ഏയ് ഇല്ല മുത്തശ്ശി, കോടതി അങ്ങനെ പെട്ടെന്നൊന്നും വെറുതെ വിടില്ല. ഇനി കേസ് വീണ്ടും വിളിക്കും. കാരണം അവർ നിരപരാധിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ കോടതിക്ക് അവരെ വെറുതെ വിടാൻ പറ്റത്തുള്ളൂ. അതിന് കുറേയധികം നിയമപരമായ പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ടെന്ന് അജയ് പറയാണ്. എന്നാലും ആ കുട്ടിക്ക് ഇങ്ങനൊരു വിധി ഉണ്ടായല്ലോ, പാവം. എന്ത് പാവമാണ് ആ കുട്ടി ചെയ്തത് എന്ന് മുത്തശ്ശി സങ്കടത്തോടു കൂടെ പറയാണ്. മുത്തശ്ശിയുടെ ആ വാക്ക് കേട്ടപ്പോൾ അജയിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ഭാരവും ടെൻഷനൊക്കെ അനുഭവപ്പെട്ടു. വീട്ടിലേക്ക് മടങ്ങിയെത്തിയ ഭൂമിജ നേരെ പോയത് അച്ഛൻ്റെ മൊബൈൽ ഫോൺ ഇരിക്കുന്ന ആ ഒരു മുറിയിലേക്കാണ്. അവൾ വേഗം ഫോൺ എടുത്ത് ഓൺ ചെയ്യാൻ നോക്കി. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അത് ഓണാവുന്നില്ല. ഇത് ഓണാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവൾ നിരാശയോടുകൂടെ സ്വയം പിറുപിറുത്തു. ആ സമയത്തിന് ഭൂമിജയുടെ മനസ്സിലേക്ക് മറ്റൊരു ചിന്ത കടന്നു വന്നു. ഒരു പക്ഷേ അച്ഛനെ താൻ മരിക്കുമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിക്കുമെന്നോ ഉള്ള ചിന്ത നേരത്തെ തന്നെ ഉണ്ടായിരുന്നുവെങ്കിൽ അച്ഛൻ എന്തെങ്കിലുമൊക്കെ കത്തോ ഡയറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ച് കാണുമല്ലോ. അവൾ ഒട്ടും തന്നെ സമയം കളയാതെ മുറിയിലെ അൽമാറകളും അങ്ങനെ ആ ഒരു പഴയ പെട്ടികളൊക്കെ ഓരോന്നോരോന്നായിട്ട് പരിശോധിക്കാൻ തുടങ്ങി. അച്ഛൻ്റെ പഴയ ഡയറിയും പേപ്പറെല്ലാം തന്നെ അവൾ വലിച്ചങ്ങ് പുറത്തേക്കിട്ടു. ഏതായാലും ആ വലിയ രഹസ്യങ്ങളുടെ ചുരുളറിയാൻ പോകുന്നതിൻ്റെ തൊട്ടരികിലാണ് ഭൂമിജ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അവൾക്ക് അച്ഛൻ്റെ ഷെൽഫിൽ നിന്നും ഒരു ലെറ്റർ കിട്ടുകയാണ്. ആ ഒരു ലെറ്റർ കിട്ടിയതോടുകൂടി തന്നെ ഭൂമിജയാണെങ്കിൽ ഒട്ടും വിശ്വസിക്കാനാവാതെ ആകങ്ങനെ കണ്ണും തുറച്ച് നോക്കി നിൽക്കുന്നതും കാണിച്ചു കൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.